ഹലോ ഗൈസ്, ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്ന എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാൻ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെയാണ് കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാമ്പയിൻ ചൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ക്യാമ്പയിന് അവയർനെസ് ക്യാമ്പയിനാണ്. ഈ എല്ലാ ക്യാമ്പയിനിലും സെയിം തന്നെയാണ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് വരുന്നത്. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എല്ലാ ക്യാമ്പയിനിലും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവയർനെസ് ക്യാമ്പയിൻ ചൂസ് ചെയ്യുകയാണ്. ഞാൻ വേറെ ക്യാമ്പയിൻസ് ഒന്നും ഞാൻ റൺ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ആഡ് റൺ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു 3 ആഡ് സെറ്റ് ലെവൽ വരുന്നത്. ഒന്ന് ക്യാമ്പയിൻ ലെവൽ, ആഡ് സെറ്റ് ലെവൽ, ആഡ് ലെവൽ. ഓക്കെ, ഈ ഡീറ്റെയിൽ ടാർഗറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത് ആഡ് സെറ്റ് ലെവലിലാണ്. ഓക്കെ, അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോഴാണ് ഡീറ്റെയിൽ ടാർഗറ്റിൻ്റെ ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യൂസ് ഒറിജിനൽ ഓഡിയൻസ് ചൂസ് ചെയ്യുക. അത് ജസ്റ്റ് പിന്നെ ഓഡിയൻസ് എന്ന സെക്ഷൻ വരും. ആ ഓഡിയൻസ് സെക്ഷൻ്റെ അകത്താണ് ഈ ഒരു ഇതിലാണ് നമ്മൾ ആഡ് റൺ ചെയ്യിക്കുന്ന ഒരു 70% ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു കാറ്റഗറിയിലാണ്. നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നമ്മൾ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സർവീസ് എത്തുന്നത്. ഓക്കെ, നമ്മൾ മെജോറിറ്റി ആൾക്കാരും ടൈം സ്പെൻഡ് ചെയ്യണതും ചിലർക്ക് കറക്റ്റ് ഓഡിയൻസ് കിട്ടാതെ പോകുന്നത് കാര്യം എന്ന് വെച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഡീറ്റെയിൽ ടാർഗറ്റിൻ്റെ ഓപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ വേറെ ഒന്നും ചൂസ് ചെയ്യുന്നില്ല. ലൊക്കേഷനും ഏജും ജെൻഡറും ഒന്നും ലാംഗ്വേജ് ഒന്നും ചൂസ് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഡീറ്റെയിൽ ടാർഗറ്റിൻ്റെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. എഡിറ്റ് ഓപ്ഷനിൽ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണോ അവരുടെ പ്രോഡക്റ്റ്, എന്താണോ ഒരു സർവീസ്, അതിൻ്റെ ഒരു കീവേഡ്, ഒരു പർട്ടിക്കുലർ കീവേഡ് കാണില്ല, അത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ്. ഞാൻ ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സാണ് സെല്ല് ചെയ്യുന്നത് വിചാരിച്ചു. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു തരത്തിലൊരു അഡ്വർടൈസിങ് ആണ് ഇത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്ന ഒരു ആഡാണ് ഞാൻ ചെയ്യുന്നത് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് PeachTree, QuickBook പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഞാൻ അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഫസ്റ്റ് ഇത് ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സജഷൻസ് കൊടുത്ത് പിന്നെ ഇതിൽ നിന്ന് ആണ് ആൾക്കാർ ഇതേപോലെ ബുക്ക് കീപ്പിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെയും ബിസിനസ് സോഫ്റ്റ്വെയർസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, അക്കൗണ്ടൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഇങ്ങനെയുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇതിനെക്കാട്ടി മോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ നോക്കാം. അതിന് ബ്രൗസറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രൗസറിൻ്റെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3 ഓപ്ഷൻ വരും: ഡെമോഗ്രാഫി, ഇൻട്രസ്റ്റ്, ബിഹേവിയർ. ഈ ബിഹേവിയറും മെയിൻലി യൂസ് ചെയ്യണത് എല്ലാവരും ഒരു 90% ബിഹേവിയർ യൂസ് ചെയ്യുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഷോപ്പിഫൈ പോലുള്ള ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിവൈസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് റൺ ചെയ്യിക്കുമ്പോൾ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഈ ഒരു ബിഹേവിയറൽ ഓപ്ഷൻ. ഓക്കെ, പിന്നെ ഡെമോഗ്രാഫിക്കിൻ്റെ അകത്ത് വരുന്നത് സെക്ഷൻസ് എന്ന് പറയുന്നത് സബ് സെക്ഷൻസ് ആയിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ഫിനാൻസ് വരുന്നുണ്ട്, ലൈഫ് സ്റ്റീവൻറ്റ് വരുന്നുണ്ട്, പേരൻസ് വരുന്നുണ്ട്, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്. ഈ ഒരു 6 കാറ്റഗറിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഫിനാൻസ് നമുക്ക് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ അല്ല, കാരണം അത് USA മാത്രമേ ഫിനാൻസ് ആപ്ലിക്കബിൾ ഉള്ളൂ. അതിവിടെ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് എഡ്യൂക്കേഷൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ്റെ അകത്തൊരു സബ് കാറ്റഗറി ഉണ്ട്, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. അതിന് നമുക്ക് ഹൈസ്കൂൾ വരുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെക്കേഷനിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആടാണ് നിങ്ങൾ ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത് ഹൈസ്കൂൾ ലീവേഴ്സ്. അവരിപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞ് നിൽക്കുന്നുള്ള പിള്ളേരുണ്ടാവാം. ഓക്കെ, അവരിലേക്ക് ആഡ് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാം. പിന്നെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേർ, അപ്പോൾ വെക്കേഷനൊക്കെ ആയി കാണും, സെമസ്റ്ററൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവരിലേക്ക് ആഡ് എത്തിക്കാൻ നമുക്ക് ഈ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ കോഴ്സ് അഡ്വർടൈസിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂസ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ആഡ് റൺ ചെയ്യിക്കരുത്. അങ്ങനെ ആഡ് റൺ ചെയ്യിച്ചാൽ നമുക്ക് എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ലീഡ് ഉണ്ടാകും, പക്ഷേ ഒരു ലീഡ് കൺവേർട്ട് ആവണമെന്നൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ഓക്കെ, അടുത്ത ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് അത് എന്നിട്ട് അക്കൗണ്ടിങ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ്, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് മാറ്റിയിട്ട് ഞാൻ നേഴ്സറിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സിംഗ് ചൂസ് ചെയ്ത് നേഴ്സിങ്ങിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതുണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ,
അത് ഫീൽഡ് ഓഫ് സ്റ്റഡി. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റീസാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റീൻ്റെ അവിടെ വരുമ്പോൾ തന്നെ ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ അവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ആണെന്ന് വിചാരിച്ചു. കേരള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേരെ അഡ്വർടൈസിങ് ചെയ്യണം. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക്, എബ്രോഡിൽ പോകാൻ താല്പര്യമുള്ള പിള്ളേർക്ക്, അങ്ങനെ അഡ്വർടൈസിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ആഡ് റൺ ചെയ്യിക്കാൻ. ഓക്കെ, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാ പിള്ളേർക്കും ഈ ഒരു ആഡ് ചെന്നെത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അവരിൽ ലീഡ് കൺവേർട്ട് ആവാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ ഓക്കെ പിന്നെ ഗ്രാജുവേഷൻ ഇയേഴ്സിന് ബേസ് ചെയ്ത് നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു മെയിൻലി ഈ ഒരു ഓപ്ഷനാണ് എഡ്യൂക്കേഷൻ ലെവലിൽ വരുന്നത്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഫിനാൻസ് നമുക്ക് ആപ്ലിക്കബിളല്ല. പിന്നെ വരുന്ന ലൈഫ് ഇവൻ്റ് ആണ്. ലൈഫ് ഇവൻ്റിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതേപോലെ ആനിവേഴ്സറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ആനിവേഴ്സറി വിത്തിൻ 30 days. 30 daysൻ്റെ അകത്ത് വെച്ച് ആനിവേഴ്സറി വരുന്നവർക്ക് നമുക്ക് ഈ ആഡ് റൺ ചെയ്യിക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ പർട്ടിക്കുലറി എന്തെങ്കിലും ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്ത് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ജ്വല്ലറിക്ക് എന്തെങ്കിലും ഒരു പരസ്യം വന്നു, അല്ലെങ്കിൽ എന്തൊരു ഡിസ്കൗണ്ട് വന്നു, അത് നമുക്ക് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റൈൽസിന് എന്തെങ്കിലും പരസ്യം വന്നു, അപ്പോൾ അതിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് വന്നു, അത് നമുക്ക് ഇവരിലേക്ക് ചൂസ് ചെയ്ത് കൊടുത്ത് ആഡ് റൺ ചെയ്യിക്കാൻ പറ്റും. അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ മാനുവലി ചൂസ് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഇത് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ്. ഇത് ശരിക്കും അവരിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഈ മെറ്റയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓവറോൾ നമ്മളെ ബിഹേവിയർ എന്താണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ ഓഡിയൻസിനെ അവർ ഈ ഒരു കാറ്റഗറിക്കകത്ത് അവർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഒരിക്കലും മറക്കല്ല. അപ്പോൾ പിന്നെ ബർത്ത്ഡേക്ക് ഡേറ്റ് വരുന്നവരെ ബർത്ത്ഡേ ഡേറ്റ് മന്ത് ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോഗ്രാഫി ബേസ് ചെയ്യുന്ന ഒരാളാണ് അഡ്വർടൈസിംഗ് ആണ് കിട്ടിയെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ അഡ്വർടൈസിങ് നമുക്ക് ബർത്ത്ഡേ വരുന്നതിൻ്റെ ഇപ്പം ഒരു ഫ്രണ്ട്സിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് നമ്മളെങ്കിൽ നമുക്ക് അവരിലേക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിൽസിൻ്റെ പരസ്യം വന്നു കഴിഞ്ഞാൽ ഇവരിലേക്ക് നമുക്ക് അഡ്വർടൈസിങ് എത്തിക്കാം. ഓക്കെ, ഇവരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ന്യൂ ജോബേഴ്സ് ഏതെങ്കിലും കമ്പനിയിൽ അങ്ങനെ എന്തെങ്കിലും അഡ്വർടൈസിങ് ഉണ്ടെങ്കിൽ ചെയ്യിക്കാം. ന്യൂ റിലേഷൻഷിപ്പിൽ ആയവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ മാരേജ് നമുക്കിപ്പം പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർ മാരേജ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ചിലർ ഇൻ റിലേഷൻഷിപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, സിംഗിൾസ് എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, റിലേഷൻഷിപ്പിൻ്റെ ഓപ്ഷനിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അതിനെയൊക്കെ ബേസ് ചെയ്ത് ആ റൺ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ മാരേജ് ചെയ്ത കപ്പിൾസിന് നമുക്കിപ്പോൾ ഇപ്പോൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ട്രാവലിൻ്റെ പാക്കേജ് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്ത് അഡ്വർടൈസിങ് ചെയ്യാം. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവരെ, ന്യൂലി മാരേജ് ആയവരെ നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാം. ഓക്കെ, പേരൻസിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ഓൾ പേരൻസിൽ ഈ ഒരു കാറ്റഗറി വരുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസിങ് ഇപ്പോൾ എന്ത് പറയാനാണ്, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ഉടുപ്പോ അങ്ങനെ അവർ ആക്സസറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നത്. അത് മദർ കെയർ പോലുള്ള പ്രോഡക്റ്റൊക്കെ കമ്പനീസ്, റിലയൻസിൻ്റെ മദർ കെയർ, പിന്നെ ഫസ്റ്റ് ക്രൈ പോലുള്ളൊക്കെ അവരെയൊക്കെ ഒരു അഡ്വർടൈസ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മെയിൻലി നമ്മൾ ഇത് ചൂസ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ ഓരോ ക്ലാസ് സെക്ഷൻസ്, ഒരു സബ് സെക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഏജ് എന്ന് പറയുന്നത് 12 മന്തിന് താഴെയുള്ള കുട്ടികളെ അഡ്വർടൈസിങ് ഉള്ള പേരൻസിന് അഡ്വർടൈസിങ് കാണിക്കേണ്ടെങ്കിൽ ചെയ്യാം. ഓൾ പേരൻസിൻ്റെ ഓപ്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പനിയിൽ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾ പേരൻസ് കൊടുത്ത് അഡ്വർടൈസിങ് ചെയ്യാം. കാരണം അവരെയും കൂടി നമുക്ക് ആർഡറാണ് ചെയ്യിച്ച റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ റിലേഷൻഷിപ്പിൻ്റെ ഓപ്ഷൻ, റിലേഷൻ സ്റ്റാറ്റസിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾക്ക് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന് നമുക്ക് ഇത് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് റൺ ചെയ്യിക്കാം. ഇപ്പോൾ ഈ സിംഗിൾസ് ആയിട്ടുള്ള ഇതിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഈവൻസിൻ്റെ ഒരു അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് സിംഗിൾസിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഗോവയിലോ അങ്ങനെ ബാംഗ്ലൂർ എന്തെങ്കിലും ഈവൻറ്റ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ആഡ് കാണിക്കണമെങ്കിൽ ഇങ്ങനെ റൺ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹോളിഡേ പാക്കേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാവൽ പാക്കേജ് പോലെ അഡ്വർടൈസിംഗ് ആണ് ചെയ്യുന്നത്, നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലെല്ലാം ബിസിനസ് ഉണ്ട് ഇതിലെല്ലാം. അപ്പോൾ നമ്മൾ ഇത് ചൂസ് ചെയ്ത് കൊടുത്ത് വേണം അഡ്വർടൈസിങ് ചെയ്യാൻ. അല്ലാതെ ജസ്റ്റ് ഒരു കീവേഡ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് പോകില്ല. അത് ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണിയാണ്, ടൈമാണ്, എല്ലാം വേസ്റ്റാണ് കംപ്ലീറ്റ്. നമുക്ക് എഫേർട്ട് എടുത്ത് മണി സ്പെൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അടുത്ത വർക്കാണ്. എംപ്ലോയീസിന് നമുക്ക് ബേസ് ചെയ്തേക്കാം. ഇപ്പോൾ
എംപ്ലോയേഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് ആഡ് റൺ ചെയ്യിക്കാം. ജോബ് ടൈറ്റിൽ എടുക്കാം. ജോബ് ടൈറ്റിലിൻ്റെ അകത്ത് ഇപ്പോൾ അക്കൗണ്ടൻ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അക്കൗണ്ടൻ്റ് നമുക്ക് ചൂസ് ചെയ്ത് അക്കൗണ്ടൻ്റ് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഓക്കെ ഒരു യു കൂടെ ഉണ്ട്. ഓക്കെ രണ്ടും കൂടെ ഉണ്ട് അക്കൗണ്ടൻ്റ്. ഓക്കെ, അക്കൗണ്ടൻറ്റ് ചൂസ് ചെയ്ത് ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെ അങ്ങനെ ആയിട്ടുള്ള ആൾ റൺ ചെയ്യിക്കാം. നമുക്ക് റൺ ചെയ്യിക്കാം. അതിവിടെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യിക്കാം. ഇവിടെ ഓക്കെ, ഇവിടെ ജോബ് ടൈറ്റിലിനെ ബേസ് ചെയ്ത് നമുക്ക് ആഡ് റൺ ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് കമ്പനിയുടെ അഡ്വർടൈസിംഗ് ആണെന്ന് വെച്ചാൽ ഒരു അഡ്വർടൈസിങ് കമ്പനിയുടെ അഡ്വർടൈസിംഗ് നമ്മൾ ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് ചെയ്യേണ്ടത് കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് ഡിസിഷൻ മേക്കേഴ്സിനെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ ഓക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ബിഹേവിയർ ആയിരുന്നു. ഓക്കെ, പേരൻസ് റിലീസ് വർക്കിൻ്റെ ജോബ് ടൈറ്റിൽ. ഓക്കെ, ജോബ് ടൈറ്റിലും കൂടെ ഉള്ളൂ ആ ഒരു കാറ്റഗറിക്കകത്ത്. അതായത് ഡെമോഗ്രാഫിക്സിനകത്ത് മെയിൽ ഡെമോഗ്രാഫിക്സിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ട ലൈഫ് ഇവൻറ്റ്സ്, ജോബ്, ഏജ്. ഓക്കെ, ഇതിനെയാണ് ഡെമോഗ്രാഫിക്സിനകത്ത് മെയിൻലി ആയിട്ട് വരുന്നത്. അടുത്ത് ഇൻട്രസ്റ്റിൻ്റെ അകത്ത് വരുന്നതാണ്. ഇൻട്രസ്റ്റിൽ വരുന്നത് നമുക്ക് ഈ ഒരു ഇത്രയും ബേസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ, ഷോപ്പിങ്ങിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ, ഹോബീസ് ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ, ഫുഡിൽ ഇൻട്രസ്റ്റ്. ഫുഡിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജിമ്മോ അങ്ങനെ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ന്യൂലി ഓപ്പൺ ആയിട്ട് ഫിറ്റ്നസ് സർവീസസ് മാത്രം സെല് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഷോപ്പ് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്കിത് ഓരോന്നും എടുത്ത് എന്തെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ വരുന്നുണ്ട്, ആർക്കിടെക്ചർ വരുന്നുണ്ട്. ഇപ്പോൾ അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കൊടുത്ത് ആഡ് റൺ ചെയ്യിക്കാം. ഏവിയേഷൻസ്, ട്രാവൽസ് ചെയ്യുന്ന ആ ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് റൺ ചെയ്യിക്കണം, അല്ലെങ്കിൽ അവരെ താല്പര്യമുള്ളവരെ നമുക്ക് എന്തെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കോഴ്സ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിലോ അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്വർടൈസിങ് ചെയ്യിക്കാം. ഓക്കെ, അടുത്ത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ബാങ്കിങ്ങിലായിട്ട് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസിങ് ചെയ്യാൻ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡിസൈൻ എന്ന് വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡിസൈൻ്റെ പിന്നെ ഓൺലൈൻ കമ്പ്യൂട്ടിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ട്, സെർച്ചിൻ്റെ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കോഴ്സ് സെല്ല് ചെയ്യുന്നവർക്കും അവർ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ആഡ് റൺ ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ താല്പര്യം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വർടൈസിങ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും SEO റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് വന്ന് അപ്പോൾ അത് പഠിപ്പിക്കുന്ന എന്തെങ്കിലും കോഴ്സ് സെല് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വന്നു അല്ലെങ്കിൽ കോഴ്സ് വന്നു അത് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേരെ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്ത് ആഡ് റൺ ചെയ്യുകയാണ്. ഇത് ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് അവർ സെഗ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അടുത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ ആഡൊക്കെ റൺ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് ചൂസ് ചെയ്ത് കൊടുത്തോളം ആഡ് റൺ ചെയ്യാം. കാരണം അവർ പ്രോപ്പർട്ടി നോക്കുന്നവരുണ്ടാവാം. ഇപ്പം പ്രോപ്പർട്ടി നോക്കുന്ന സൈറ്റിൽ അല്ലെങ്കിൽ പേജിലൊക്കെ കയറി ലൈക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഒരു പ്ലോട്ട് നോക്കുന്നവരൊക്കെ ആയിരിക്കും അവർ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് റൺ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സ്മോൾ ബിസിനസ് ഓണേഴ്സ്. ഇപ്പോൾ സ്മോൾ ബിസിനസ് ഓണേഴ്സ് അവർ ബിസിനസ് ഗ്രോത്ത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ് വർക്ക്ഷോപ്പ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് ചൂസ് ചെയ്തെടുത്ത് ആഡ് റൺ ചെയ്യിക്കാം. അടുത്ത് എൻ്റർടൈൻമെൻ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻ അത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. റീഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ടീമിൻ്റെ റീഡിങ്ങിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ബുക്ക് പബ്ലിഷിങ്, ഇപ്പോൾ DC ബുക്ക് പോലുള്ള ബുക്ക് പബ്ലിഷിങ് കമ്പനീസിൻ്റെ അഡ്വർടൈസിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് റൺ ചെയ്യിക്കാം. ഇപ്പോൾ ഫിക്ഷൻ ബുക്കിൻ്റെയൊക്കെ നിങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊരു ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഇത് ആഡ് റൺ ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ ഫിക്ഷൻ ഉണ്ട്, നോൺ ഫിക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട്, പർച്ചേസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് ഉണ്ട്, നോൺ ഫിക്ഷൻ ബുക്ക് ബൾക്കിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ അങ്ങനെ റൺ ചെയ്യിക്കാം. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്നസ്, ഈ ഒരു ഷോപ്പിംഗ്, ഇതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ടെക്നോളജി ബേസ് ചെയ്ത് നമുക്ക് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ റൺ ചെയ്യിക്കാം. ഓക്കെ, അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ടെക്നോളജി ഇൻട്രസ്റ്റഡ് ആൾക്കാർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറിങ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഷോപ്പിംഗ് നമുക്ക് ആഡ് റൺ ചെയ്യിക്കാം. ഫുഡ് റിലേറ്റഡ് ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഫുഡ് നമ്മൾ വെറൈറ്റി ഫുഡ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്, നമ്മൾ മേക്ക് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർ ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ഫോക്കസ് ചെയ്യും.
പിന്നെ ഇതാണ് മെയിൻലി വരുന്ന ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് വരുന്നത്. ഇതിലും മെജോറിറ്റി ആൾക്കാർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവർ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഈ ഒരു കാറ്റഗറി. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ പേജ്, അതായത് ഫുഡ് റിലേറ്റഡ് ഉള്ള പേജ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റ് അവർ നമ്മളെ ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ബേസ് ചെയ്തായിരിക്കും അവർ നമുക്ക് ആഡ് കാണിക്കുക. ചിലപ്പോൾ ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആഡായിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബിഹേവിയർ ആണ്. ബിഹേവിയറിൻ്റെ ഓപ്ഷൻ്റെ അകത്താണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആനിവേഴ്സറീസ് വരുന്നുണ്ട്. ഓക്കെ, ആനിവേഴ്സറി വിത്തിൻ 61 days to 90 days, അതായത് 3 മാസം, ഓക്കെ 2 to 3 മാസത്തിനകത്ത് വെച്ച് ആനിവേഴ്സറി വരുന്ന ആരെങ്കിലും കാർ റൺ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഇതാണ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ എന്തെങ്കിലുമൊക്കെ പരസ്യം കിട്ടുമ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസിൻ്റെ എന്തെങ്കിലും പരസ്യം കിട്ടുമ്പോൾ സാരി റിലേറ്റഡ്, സാരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ടുള്ള സമയത്ത് ഈ ഒരു ബിഹേവിയർ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാറുണ്ട്. അടുത്ത ബിഹേവിയറിൽ ഫോൺ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓൾ ഡിവൈസ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുന്നതിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ iPhone 14 എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് പൗച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് നമ്മൾ ആർഡർ ചെയ്യുന്നത് ചൂസ് ചെയ്ത് കൊടുക്കാം. കൺസ്യൂമർ ക്ലാസിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ഓക്കെ, അതിൽ കൺട്രീസ് ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ഡിജിറ്റൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആർഡർ ചെയ്യുക. പിന്നെ ക്യാൻവാസ് ഗെയിമിങ്ങിൻ്റെ റിലേറ്റ് ചെയ്ത് ആൾക്കാർ നമുക്ക് ആർഡർ ചെയ്യിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ പിന്നെ ഈ ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്തു ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് പേയ്മെൻറ്റ് യൂസേഴ്സ്, അതായത് പേയ്മെൻറ്റ് ചെയ്ത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്ത് ആഡ് റൺ ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്യിക്കുന്നതിൽ പുതിയ അഡ്വാൻസ് ലെവലിൽ ഇപ്പോൾ ആഡ് റൺ ചെയ്യിക്കണമെന്ന് വിചാരിച്ചോ. അഡ്വാൻസ് ലെവലിൽ ഇപ്പോൾ പുതിയൊരു ടെക്നിക്ക് വന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് ആഡ്, അങ്ങനെ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ചൂസ് ചെയ്ത് ആഡ് റൺ ചെയ്യിച്ചാൽ ലീഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്ക് പേജ് അഡ്മിൻസ്, ഇപ്പോൾ പേജ് അഡ്മിൻസിനെ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ട്രാവലിങ്, ഫേസ്ബുക്ക് പേജ് അഡ്വർടൈസിങ്, അങ്ങനെ അവരെയൊക്കെ ഫോക്കസ് ചെയ്ത് ആഡ് റൺ ചെയ്യിക്കുന്നത് നമുക്ക് ഇതിൽ ആഡ് റൺ ചെയ്യിക്കാം. ഓക്കെ, ഇതിലെല്ലാം ബിസിനസ് ഉണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് വേണം നമുക്ക് അടിച്ച്. ഇപ്പം ന്യൂലി ആക്റ്റീവ് ബിസിനസ്, അതായത് 1 വർഷം മുമ്പ് ബിസിനസ് ഓപ്പൺ ആയ ഒരു ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ ഇത് കൂടുതൽ ടിക്ക് കൊടുത്ത് ആഡ് റൺ ചെയ്യിക്കാം. ടിക്ക് കൊടുക്കുക, ഇങ്ങനെ ടിക്ക് കൊടുക്കാൻ. ഓക്കെ, ഓട്ടോമാറ്റിക് ടിക്ക് കൊടുക്കുമ്പോൾ അത് മേലിൽ അപ്ഡേറ്റ് ആയി പൊയ്ക്കോളും. ഓക്കെ, 2 വർഷം മുമ്പ് ആഡ് റൺ ചെയ്യിക്കണം, ഇവിടെ കൊടുത്ത് റൺ ചെയ്യിക്കാം. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ സിസ്റ്റംസിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ റൺ ചെയ്യിക്കാം. പിന്നെ ട്രാവൽ ആൻഡ് ഔട്ട്ഡോർ ക്രിയേറ്റേഴ്സിനെ നമുക്ക് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ റൺ ചെയ്യിക്കാം. അടുത്ത ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻസ് മെയിൻലി വരുന്നത് ഈ ഒരു ഇതൊക്കെയാണ്. പിന്നെ ട്രാവൽ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് റൺ ചെയ്യിക്കണം. ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ആഡ് റൺ ചെയ്യിക്കുന്ന ഒരു ഇതാണ് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറത്തോട്ടുള്ള വലിയ ട്രാവൽ ഏജൻസിയുടെ ആഡൊക്കെ റൺ ചെയ്യിക്കാൻ നമുക്ക് ഇത് ചൂസ് ചെയ്ത് കൊടുത്ത് വേണം ആഡ് റൺ ചെയ്യിക്കാൻ. ഓക്കെ, പിന്നെ പർച്ചേസിങ് ബിഹേവിയർ, ഷോപ്പിഫൈയിൽ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്, മിസ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു കാറ്റഗറിയാണ് ഇത്, എൻഗേജ് ഷോപ്പേഴ്സ്. ഈ എൻഗേജ് ഷോപ്പേഴ്സിൻ്റെ ചൂസ് ചെയ്തുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ എന്ത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും വാങ്ങിക്കുന്ന ആൾക്കാരിലേക്ക് ആഡ് എത്തിക്കാനുള്ള പോസിബിലിറ്റീസ് ഈ ഒരു എൻഗേജ് ഷോപ്പേഴ്സിനെ ചൂസ് ചെയ്ത് കൊടുത്തതിലൂടെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷോപ്പിഫൈസിൻ്റെ ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ മണി ഏൺ ചെയ്യാന്നുള്ള ഓപ്ഷൻസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൻലി ഇത്ര ഓപ്ഷൻസാണ് ഈ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇത് ചൂസ് ചെയ്ത് കൊടുത്തു വേണം നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്ത് കൊടുത്ത് ആഡ് റൺ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്പെസിഫിക് ചെയ്ത് ആഡ് റൺ ചെയ്യിക്കണം. എനിക്ക് ഒരുപാട് ആളിലേക്ക് ആഡ് എത്തിക്കേണ്ട ആവശ്യമില്ല. സ്പെസിഫിക് ചെയ്ത് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ നാരോ ഓഡിയൻസ് ചൂസ് ചെയ്ത് നമുക്ക് ആഡ് റൺ ചെയ്യിക്കാൻ പറ്റും. മെയിൻലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓപ്ഷൻ ടിക്ക് കൊടുത്ത് ആഡ് റൺ ചെയ്യിക്കരുത്. കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ കംപ്ലീറ്റ്ലി വേസ്റ്റ് ഓഫ് മണിയാണ്. നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലിയാണ് ആഡ് റൺ ചെയ്യിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് ബജറ്റ് ഇല്ല, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ആഡ് റൺ ചെയ്യിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ടിക്ക് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് റൺ ചെയ്യിക്കാൻ. ഓക്കെ, ഇതാണ് മെയിൻലി പറയാനുള്ളത്. ഓക്കെ, ഇതിൽ അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എഫക്റ്റീവിൽ ആഡ് റൺ ചെയ്യിക്കാം, അപ്പോൾ എങ്ങനെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാമെന്നൊക്കെ എല്ലാ വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.